അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയം കേൾക്കാത്തവരായി ഇപ്പോൾ ആരും ഉണ്ടാവുകയില്ല. വിസ്ഡം സ്റ്റുഡൻസ് മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് സംഘടിപ്പിക്കാനിരിക്കുന്ന സമ്മേളനത്തിൻ്റെ ക്യാപ്ഷനാണിത്. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക ബോധം എല്ലാ അർത്ഥത്തിലും ഉണ്ടാക്കേണ്ടതിൻ്റെ അനിവാര്യത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. എന്തൊക്കെയാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കൊലപാതകം എന്ന് പറഞ്ഞുകൂടാ, സ്വന്തം മാതാപിതാക്കളെ കൊല ചെയ്യുന്നു. അങ്ങനെയുള്ള വാർത്തകൾ ഒറ്റപ്പെട്ടതല്ല, ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് പോലും ഒരു വിദ്യാർത്ഥി 5 പേരെ കൊന്നു എന്നാണ് തിരുവനന്തപുരത്ത്. എന്താണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ലഹരി, പ്രണയം, സിനിമയിൽ നിന്ന് കിട്ടുന്ന വയലൻസുകൾ, ഇതെല്ലാം ചർച്ചയിൽ കടന്നു വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. ഇതിനൊരു പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട്. അത് നമ്മളറിയാതെ നമ്മുടെ കുട്ടികൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിർബന്ധമായും കുട്ടികളെ ധാർമ്മികമായ ശിക്ഷണത്തോടു കൂടി തന്നെ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്ക് വിദ്യാർത്ഥികളോടും പറയാനുള്ളത് അതാണ്. നിങ്ങളുടെ കൂട്ടുകെട്ട് എത്രമേൽ മോശപ്പെട്ടതാണോ അതിനനുസരിച്ച് നിങ്ങളും ഇതുപോലെയുള്ള വലിയ പാതകങ്ങളിൽ ചെന്ന് അകപ്പെടാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ക്യാമ്പസ് കോൺഫറൻസുകളുണ്ട്. നാളെയാണത്, 26-ാം തീയതി ബുധനാഴ്ച. അത് 5 സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ നടക്കുന്ന സമ്മേളനത്തിൻ്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിക്കുന്ന ക്യാമ്പസ് കോൺഫറൻസുകളാണ്. അതിലൊന്ന് തൃശ്ശൂരാണ്, CMA ഗോൾഡൻ ജൂബിലി ഹാളിൽ, ചാവക്കാടുള്ള ഹാളിൽ വെച്ചുകൊണ്ടാണ്. മറ്റൊന്ന് മലപ്പുറം നോർത്ത് ജില്ലയിൽ സെഞ്ചുറി ആൻഡ് ക്ലൗഡ് ബേ ഓഡിറ്റോറിയം മഞ്ചേരി, എറണാകുളത്ത് പ്രിയദർശിനി ഹാൾ കാക്കനാട്, മലപ്പുറം ഈസ്റ്റിൽ വ്യാപാര ഭവൻ പെരിന്തൽമണ്ണ, കോഴിക്കോട് നോർത്തിൽ സമന്വയ ഓഡിറ്റോറിയം ഉള്ളിയേരി. ഇത്രയും സ്ഥലങ്ങളിൽ 26-ാം തീയതി ബുധനാഴ്ച അഥവാ നാളെ ഈ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പം ഇത്രയും ജില്ലകളിലെ വിദ്യാർത്ഥികൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രക്ഷിതാക്കൾ അവരെ പങ്കെടുപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. എന്തിനു വേണ്ടി? ഒരു സമ്മേളനം വിജയിക്കുക എന്നതിലപ്പുറം നമ്മുടെ മക്കൾ വിജയിക്കുക, നമ്മൾ വിജയിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.